ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 219 35 ഭാഗം 219 35 ഇവിടെ ആരംഭിക്കുന്നു. ഒരു ദിവസം വടക്കൻ നാട്ടിൽ നിന്നും ഒരു ഗുരുഭക്തൻ ശിവഗിരിയിൽ എത്തിച്ചേർന്നു. അന്ന് ഗുരുദേവൻ 5 തെങ്ങിലെ ശ്രീ ജ്ഞാനേശ്വര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയിരുന്നതിനാൽ അയാൾ ശിവഗിരിയിൽ തന്നെ തങ്ങി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഗുരുദേവൻ ശിവഗിരിയിൽ മടങ്ങിയെത്തിയത്. അന്ന് തന്നെ അയാൾ ഗുരുദേവനെ കണ്ട് നമസ്കരിച്ചു. പിന്നീട് നടന്ന സംഭാഷണത്തിനിടയിൽ അയാൾ വെള്ളിപ്പാത്രങ്ങളെക്കുറിച്ച് പറയാനിടയായി. അപ്പോൾ ഇനി വരുന്ന അവസരത്തിൽ ഒരു വെള്ളിപ്പാത്രം വാങ്ങിക്കൊണ്ട് വരണമെന്ന് ഗുരുദേവൻ പറഞ്ഞു. ഗുരുദേവൻ തന്നോട് ഒരാവശ്യം പറഞ്ഞതിൽ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. അതിനാൽ ആ മടക്കയാത്രയിൽ തന്നെ കമ്പോളത്തിൽ പോയി 35 രൂപയ്ക്ക് നല്ലൊരു വെള്ളിപ്പാത്രം കൂടി വാങ്ങിച്ചിട്ടാണ് അയാൾ തൻ്റെ വീട്ടിലെത്തിയത്. അടുത്ത തവണ ശിവഗിരിയിലേക്ക് തിരിച്ചപ്പോൾ ആ വെള്ളിപ്പാത്രം ഒരു നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അയാൾ എടുത്തിരുന്നു. പർണശാലയ്ക്ക് പുറത്ത് ഇരിക്കുകയായിരുന്ന ഗുരുദേവന് മുന്നിൽ അയാൾ ആ വെള്ളിപ്പാത്രം അടങ്ങുന്ന പൊതി സമർപ്പിച്ചു. എന്നിട്ട് തൊഴുതു വണങ്ങി അവിടെ മാറി നിന്നു. ഗുരുദേവൻ ആ വർണ്ണപ്പൊതി അഴിച്ച് അതിനുള്ളിലിരുന്ന വെള്ളിപ്പാത്രം എടുത്തു നോക്കി. നല്ല തിളക്കമുള്ള ആ പാത്രം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വലിയ ആനന്ദമായി. ഗുരുദേവൻ: പാത്രം കൊള്ളാമല്ലോ, എന്തു വില? ഭക്തൻ: 40 രൂപ. ഗുരുദേവൻ: 35. അത് കേട്ടതോടെ 5 രൂപ കൂട്ടി 40 എന്ന് കളവ് പറഞ്ഞ ആ ഭക്തന്റെ മുഖം വിളറി. പരബ്രഹ്മമൂർത്തേ പരബ്രഹ്മമൂർത്തേ ശരണമാകണേ പരമസദ്ഗുരു. പരബ്രഹ്മമൂർത്തേ പരബ്രഹ്മമൂർത്തേ ശരണമാകണേ പരമസദ്ഗുരു. ശരണമാകണേ 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 പരമസദ്ഗുരു. മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 219 35 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.